നിയമസഭയിൽ സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണമോഷണ കേസ് സഭയിൽ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. ശബരിമല വിഷയത്തിൽ വി.എൻ. വാസവൻ രാജിവെക്കണമെന്ന ആവശ്യത്താലാണ് കഴിഞ്ഞ തവണ സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാക്കിയതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുമ്പോൾ മന്ത്രി എം.പി. രാജേഷ് അതിന് മറുപടി പറയുന്നുണ്ട്. അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ള ധൈര്യം പ്രതിപക്ഷത്തിന് ഇല്ല. ആ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം പ്രതിപക്ഷം ഉപയോഗിക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും മന്ത്രി എം.പി. രാജേഷ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും സഭയിൽ ആ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഷീജ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, സഭാ നടപടികൾ ആരംഭിച്ചു. ശൂന്യവേളയിൽ തന്നെ ഈ ശബരിമല സ്വർണ്ണമോഷണ കേസ് സഭയിൽ ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? പ്രധാനമായും ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതുവിധേനയും സഭ സ്തംഭിപ്പിക്കുക എന്നൊരു നീക്കവുമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. കാരണം പ്രതിപക്ഷത്തിന് കൃത്യമായ ബോധ്യമുണ്ട്, ഇന്നൊരു അടിയന്തര പ്രമേയമായി ഈ വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാർ അത് ചർച്ചയ്ക്കെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചർച്ചയ്ക്കെടുത്താൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തലാണ് പ്രതിപക്ഷത്തിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായോ മറ്റ് സബ്മിഷനായോ ഒന്നും ഉന്നയിക്കാതെ സഭ തുടങ്ങിയപ്പോൾ. കാരണം ഇന്നും നാളെയും സഭയിൽ ചോദ്യോത്തര വേളയില്ല. 9 മണിക്ക് തുടങ്ങുമ്പോൾ ശൂന്യവേളയുമായാണ് നേരെ തുടങ്ങുന്നത്. അപ്പോൾ 9 മണിക്ക് ശൂന്യവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയിൽ എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോൾ സ്പീക്കർ പറഞ്ഞത് ചരമോപചാരം കഴിഞ്ഞോട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം എന്നുള്ള കാര്യമായിരുന്നു. ചരമോപചാരത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് പറഞ്ഞത്, കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ ഞങ്ങൾ സമരത്തിലായിരുന്നു. ആ സമരത്തിന് കാരണമെന്ന് പറയുന്നത് ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി വി.എൻ. വാസവന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ആ ഒരു സമരം എന്ന് പറയുന്നത്. ആ ആവശ്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് SIT-യിൽ അനധികൃതമായി ഇടപെടുന്നു എന്നുള്ളൊരു ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉയർത്തി. ഇതിനെതിരെ ഭരണപക്ഷം ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. ഒപ്പം തന്നെ ഈ പ്രതിഷേധം ഞങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടത്തലത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. നിയമമന്ത്രി എം.പി. രാജേഷ് പറഞ്ഞ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും അവർക്കുള്ള അവകാശം, പ്രതിപക്ഷത്തിനുള്ള അവകാശമാണ് അടിയന്തര പ്രമേയം എന്ന് പറയുന്നത്. പക്ഷെ ആ അവകാശത്തെ പോലും അവർ ഉപയോഗിച്ചില്ല. അതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ ഭയമാണ്. അവർ ആ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ സർക്കാർ ചർച്ചയ്ക്കെടുത്താലോ എന്നുള്ള ഭയം കൊണ്ടാണ് അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിക്കാത്തത് എന്നുള്ള കാര്യമാണ് മന്ത്രി എം.പി. രാജേഷ് ചൂണ്ടിക്കാട്ടിയത്. തിണ്ണമെടുത്താണ് പ്രതിപക്ഷം കാണിക്കുന്നത് എന്നുള്ള കാര്യവും മന്ത്രി എം.പി. രാജേഷ് ചൂണ്ടിക്കാട്ടി. കാരണം ഈ വിഷയത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെത്. അവർക്കുള്ള അവകാശം വിനിയോഗിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം മാത്രമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. ഏതായാലും അതേ തുടർന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭയിൽ തുടരുകയാണ്. സഭയുടെ നടുത്തളത്തിലേക്ക് ആ പ്രതിഷേധം നീങ്ങിയിരിക്കുന്നു. സഭയുടെ നടുത്തളത്തിൽ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ആണ് ഇപ്പോൾ പ്രതിഷേധവുമായി പ്രതിപക്ഷം നിലനിൽക്കുന്നത്. പ്രസ്ഥാനത്തിൽ ഉയർത്തി സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിലുള്ള നടപടികൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടിയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും സഭ സ്തംഭിപ്പിക്കുക ഈ വിഷയത്തിൽ എന്നത് മാത്രമാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആര്യ, ഷീജ, ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാരണം പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ തന്നെ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. മറിച്ച് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുകയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ചെയ്യുന്നത്. അത്തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവാൻ പ്രതിപക്ഷത്തിന് ഭയമാണ് എന്നത് വ്യക്തമാണ്. കാരണം ഏതൊക്കെ തവണ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിന് സഭ വിട്ടിറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. എന്തായാലും നിലവിൽ ഈ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സഭയ്ക്കുള്ളിൽ ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. പ്രധാനമായും സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തിയാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടരുന്നത്. തീർച്ചയായും ഇപ്പോൾ മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞത്, നിങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ MP ആയ അടൂർ പ്രകാശിനോടാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മന്ത്രി എം.പി. രാജേഷ് ഇതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്നുള്ള കാര്യം കൂടിയാണ് ഈ സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തിനോടായി മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞത്. അതിൽ നിലവിലേതായാലും ഈ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയുള്ള പ്രതിഷേധമാണ്. ബാനർ ഉയർത്തി സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ
ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സഭയുടെ മറ്റു നടപടികളിലേക്ക് സ്പീക്കർ കടന്നിരിക്കുകയാണ്, ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും മറ്റ് സഭാ നടപടികൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ആ രീതിയിൽ പ്രതിപക്ഷം സഭയുടെ നടുത്തളം പ്രതിഷേധമയമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത്. ആര്യ, ഒരുപക്ഷെ ഈ വിഷയം പ്രതിപക്ഷത്തിന്റെ ചർച്ചയ്ക്കെടുത്താൽ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം അടൂർ പ്രകാശ് MP അതുപോലെ തന്നെ അജയ് തറയിലുള്ള നേതാക്കൾ ഉൾപ്പെട്ട ഒരു കേസ് കൂടിയാണ് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസ്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഉത്തരമില്ലാതെ തന്നെ വരും. മുൻ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷത്തിന് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം അടക്കമുണ്ടായിരുന്നു. തീർച്ചയായും, അതായത് കഴിഞ്ഞ സഭാ സമ്മേളനം നമ്മൾ കണ്ടതാണ്, നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരെ ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷം സഭയിലേക്ക് എത്തുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. പക്ഷേ കൂടുതൽ വിഷയങ്ങളും അവർ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന വിഷയങ്ങൾ സർക്കാർ ചർച്ചയ്ക്കെടുക്കുകയായിരുന്നു. തുറന്ന മനസ്സോടുകൂടി സർക്കാർ ചർച്ച നടത്തിയപ്പോഴാകട്ടെ അവിടെ നിന്നും ആ ഉയർത്തിയ വിഷയങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലുള്ള തിരിച്ചടി അത് ഭയന്നാണ് അവർ ഈ വിഷയത്തെ ആ രീതിയിൽ സമീപിക്കാത്തത് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയത്. കാരണം ഈ വിഷയത്തിൽ അവർക്ക് ഭയമാണ്, ഇത് അവരിലേക്ക് തന്നെ എത്തും എന്നുള്ളത് കൊണ്ടാണ്, ഈ ഒരു ഭയം ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു കാരണത്താലാണ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയമായ വിഷയം ഉന്നയിക്കാത്തത് പ്രതിപക്ഷം എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയത്. ഇപ്പോഴും അദ്ദേഹം ഏതായാലും സഭയിൽ സംസാരിക്കുകയാണ്. നിലവിൽ ഏതായാലും ഈ പ്രതിഷേധം സഭയിൽ തുടരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് മന്ത്രി MP രാജേഷും സഭയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. നിലവിൽ ഏതായാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ചയ്ക്ക്, നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനുള്ള ദിവസമായിരുന്നു. പക്ഷേ അതിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കാരണം സഭ സ്തംഭിപ്പിക്കുക എന്നുള്ളൊരു നീക്കവുമായിട്ടാണ് പ്രതിപക്ഷം ഇന്ന് രാവിലെ തന്നെ സഭയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വിഷയം സഭ തുടങ്ങിയപ്പോൾ തന്നെ ഈ വിഷയം സഭയിൽ ഉയർത്തിയത്. യെസ്, പ്രധാനമായും അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം പ്രതിപക്ഷം ഉപയോഗിക്കുന്നില്ല. കാരണം ഭയമാണ് പ്രതിപക്ഷത്തിന്. ആ ഒരു ചർച്ച ഒഴിവാക്കാനുള്ള പാഴ്ശ്രമമാണ് നിലവിൽ ഈ പ്രതിപക്ഷം സഭയിൽ കാട്ടിക്കൂട്ടുന്നത്. അത് മറികടക്കാനുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ സഭയിൽ പ്രതിപക്ഷം നടത്തുന്നത്. എന്തായാലും സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്.